കൊല്ലത്ത് ദേശീയപാത പണി നടക്കുന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളക്കെട്ട്. ഉമയനല്ലൂർ പട്ടരമുക്ക് പ്രദേശത്ത് 30 വീടുകൾ ദുരിതത്തിലാണ്. ദേശീയപാത നിർമ്മാണത്തിൽ അപാകതയാണ് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. സൂര്യഗായത്രി, ഈ പ്രദേശത്ത് മുൻപ് മഴയുണ്ടാകുന്ന സമയത്തൊക്കെ വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ടായിരുന്നോ, അതോ ഈ ദേശീയപാത നിർമ്മാണം മാത്രമാണോ ഇപ്പോഴത്തെ വെള്ളക്കെട്ടിന് ഈ ഒരു സ്ഥിതിയിലേക്കൊക്കെ എത്താൻ കാരണം? എന്താണ് നാട്ടുകാർ പറയുന്നത്? പ്രവിധ, ദേശീയപാത പണി ആരംഭിച്ചതിന് ശേഷമാണ് ഇത്രയും വലിയ പ്രശ്നമുണ്ടായത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പണി തുടങ്ങിയതിന് ശേഷം വെള്ളത്തിൽ നിന്നും കരകയറാൻ കഴിയാത്ത ഒട്ടനവധി കുടുംബങ്ങൾ ഉമയനല്ലൂർ പട്ടരമുക്ക് മേഖലയിലുണ്ട്. ഏകദേശം 30-50ഓളം കുടുംബങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഒരു 30 മിനിറ്റ് മാത്രം നിർത്താതെ മഴ പെയ്തതിന് പിന്നാലെ ഉണ്ടായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വെള്ളത്തിന് ഒഴുകിപ്പോകാൻ ഒരു സ്ഥലവുമില്ല എന്നുള്ളതാണ്. ഈ പണി നടക്കുന്ന ദേശീയപാത പ്രദേശത്ത് നിന്നും നേരെ വെള്ളം ഒഴുകി വരുന്നത് ഈ പ്രദേശങ്ങളിലേക്കാണ്, ഈ വീടുകളിലേക്കാണ്. വീട് പകുതിയും വെള്ളം കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലാണ്. കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ളതാണ്. ഞാൻ ഈ നിൽക്കുന്ന പ്രദേശത്ത് ഒരു മദ്രസ ഉൾപ്പെടെയുണ്ട്. കുട്ടികൾ പഠിക്കാൻ എത്തുന്ന സ്ഥലം കൂടിയാണ്. ഈ കുട്ടികൾ ഈ വെള്ളത്തിലൂടെയാണ് വരേണ്ടത് എന്നുള്ളതാണ്. ഈ വീട്ടിനകത്തൊക്കെ തന്നെ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുണ്ട്. ഈ വെള്ളം കണ്ടാൽ അവർക്ക് ഇറങ്ങി ഓടിക്കളിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാതെ വീട്ടിനകത്ത് ആക്കി ഡോർ അടച്ച് ഇട്ടിരിക്കുകയാണ് ഈ കുടുംബങ്ങൾ. വലിയ പ്രതിസന്ധിയിലൂടെയാണ്, പ്രശ്നങ്ങളിലൂടെയാണ് ഈ കുടുംബങ്ങൾ കടന്നു പോകുന്നത്. വെള്ളം കയറി വീടൊക്കെ വീട്ടിൽ വെള്ളം കയറിയപ്പോഴാണ് നിങ്ങളെ കണ്ടവർ വിളിച്ചുകൊണ്ട് വന്നത്. എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെ വെള്ളങ്ങൾ പെരയിൽ കയറും, ഞങ്ങൾ അതിനകത്ത് കിടക്കും, ഇതൊക്കെ തന്നെ. പക്ഷേ ഈ വർഷം ഈ റോഡിലെ വെള്ളമാണ് ഇത്രയും കുഴപ്പിച്ചത്. ആരെങ്കിലുമൊക്കെ വന്നോ അധികൃതർ? ഒരു മനുഷ്യരും വന്നില്ല, തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇങ്ങനെ വെള്ളത്തിൽ കിടക്കും. വെള്ളം പറ്റുമ്പം വോട്ട് സമയമാകുമ്പോൾ ആളുകൾ വരും വോട്ട് പിടിക്കുക, അല്ലാതെ ആരും വരുന്ന തിരിഞ്ഞു നോക്കാം. പരാതി കൊടുത്തോ ആർക്കെങ്കിലും? പരാതി കൊടുക്കാൻ ഞാൻ മെമ്പറുടെ അടുത്ത് എൻ്റെ മരുമോളാണ് വിളിച്ച് പറഞ്ഞു. മെമ്പറുടെ അടുത്ത് പറഞ്ഞ് കഴിഞ്ഞാണ് വെള്ളം കയറുമ്പം പറഞ്ഞ് വെള്ളം എല്ലാം കയറി, വെള്ളം ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ഒക്കുന്നില്ല, ഞങ്ങളെല്ലാം പറക്കി കെട്ടി പോകാതിരിക്കുക. അന്നേരം അന്ന് പോകാനുള്ള സാഹചര്യത്തിൽ ഇരിക്കുക. അന്നേരം അവർ പറഞ്ഞ് എന്താ പറയുക, മെമ്പർ നിങ്ങൾ എന്തിനീ ഇവിടെ വന്ന് വസ്തു മേടിച്ചത്? അങ്ങനെയാണോ ചോദിക്കുന്നത്? നിങ്ങൾ എന്തിനിവിടെ വന്ന് വസ്തു മേടിച്ച്? നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞ് ഇവിടെ വന്ന് വസ്തു മേടിക്കുക, എന്നാൽ നിങ്ങളൊക്കെ മാറിപ്പോവാൻ, അങ്ങനെയാണെന്നാ പറയുന്ന ഒരു മെമ്പർ. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാ. ഞങ്ങൾ ഫോൺ വിളിച്ച് മെമ്പറെ വിളിച്ച് ചോദിച്ചപ്പം മെമ്പർ പറഞ്ഞ് ഇതിനൊരു പരിഹാരം കാണാൻ പറഞ്ഞപ്പം പറഞ്ഞ വാക്കാ, നിങ്ങൾ എന്തിനിവിടെ വന്ന് വസ്തു മേടിച്ച്, നിങ്ങൾ എന്തിനിവിടെ താമസിക്കാൻ വന്ന്, നിങ്ങളൊക്കെ വാരിക്കെട്ടി പോവാൻ, അങ്ങനെയാണോ ഒരു മെമ്പർ സംസാരിക്കുന്നത്? മഴ തുടങ്ങിയതിന് ശേഷം എത്ര ദിവസമായി ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കാൻ തുടങ്ങി? ഈ വെള്ളം തുടങ്ങി അന്നോട്ടേ ഇത് തന്നെ. ഈ റോഡ് എന്ത് പണി ഇങ്ങനെ വന്ന് അതിനുശേഷം മഴ പൊടി ഒന്ന് മഴ ചാറിയാൽ മതി, അപ്പോഴേ വെള്ളം കയറും. അപ്പോഴേ ഈ റോഡ് പണി വന്ന ശേഷം ഇത്രയും വെള്ളം ഇങ്ങനെ വരുന്നത്. അതിനു മുമ്പ് ഇത്രയും വെള്ളം മഴ പൊടിച്ചാലൊന്നും വെള്ളം വരത്തില്ല. ഇപ്പം മഴ അങ്ങോട്ട് ചാറിയ ഉടനെ ഈ വെള്ളം മൊത്തം ഇനി വന്ന് കയറിയ കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള പ്രദേശമാണ്. വലിയ ദുരിതത്തിലാണോ? വലിയ ദുരിതത്തിലാണ് ആ നാട്ടിലെ ആളുകൾ എന്നാണ് അവർ പറയുന്നത്. കൊല്ലത്ത് ദേശീയപാത പണി നടക്കുന്ന പ്രദേശങ്ങളിലെ വീടുകളിലാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. ഉമയനല്ലൂർ പട്ടരമുക്ക് പ്രദേശത്ത് 30ഓളം വീടുകളിലെ വീട്ടുകാരാണ് വലിയ ദുരിതം അനുഭവിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.